വീണ്ടും വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അല്ലേ, ഐ കം വിത്ത് എ സർപ്രൈസ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം എ നോൺ വെജ് ഐറ്റം. അത് വേറൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മട്ടൻ്റെ ഒരു പ്രത്യേക ഒരു ഡിഷാണ്, ഒരു സൈഡ് ഡിഷ്. ഈ മട്ടൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള മട്ടൻ കറികളാണ്, കുറുമ കറികൾ, അല്ലെ മട്ടൻ ഗോഷ്, ഇങ്ങനെയുള്ള ഒരുപാട് മസാലകളൊക്കെയുള്ള ഐറ്റംസാണ് നമ്മൾ മട്ടനിൽ കഴിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വിത്ത് ലെസ് മസാല, ബട്ട് ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ മട്ടൻ വിത്ത് ലെസ് മസാല, നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ നോൺ വെജ് ഐറ്റം. സോ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് നോൺ വെജ് ഐറ്റം. സോ അത് ഞാൻ പറഞ്ഞായിരുന്നു മട്ടൺ ഒരു 1/2 kg മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 kg. ഇതിനകത്ത് എന്താ പറയുക, എല്ല് മാറ്റി അങ്ങനെയൊന്നുമില്ല. 1/2 kg മട്ടൺ സ്മോൾ പീസസ് ആക്കി എടുത്തു. പിന്നെ ഈ മട്ടൺ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ലെസ് മസാല. ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മസാലകൾ ഇട്ടുകൊണ്ടുള്ള ഒരു മട്ടൺ കറിയൊക്കെയാണ്. ഇത് ഒരു ഡ്രൈ മട്ടണാണ്, ഡ്രൈ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് സെമി ഗ്രേവി ഈസ് ദെയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയ ഉള്ളി, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് 2 പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചു. ചെറിയ ഉള്ളി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക്, ക്രഷ്ഡ് ഗാർലിക്കിന് ഒരു 5-6 ഗാർലിക് എടുത്ത് അതിനെ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ക്രഷ്ഡ്, പേസ്റ്റ് അല്ല. അതുപോലെ തന്നെ ജിഞ്ചർ ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിൽ എടുത്തിട്ട് ക്രഷ് ചെയ്ത് ജിഞ്ചർ. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ. നമുക്കൊരു നല്ല മണം തരുന്ന ഒരു സംഭവമാണ് ഈ പെരിഞ്ജീരകം എന്ന് പറയുന്നത്. അതൊരു 2-3 സ്പൂൺസോളം എടുത്തിട്ടുണ്ട്. കാരണം ഇത് അതിൻ്റെ ഒരു മട്ടൺ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട് അല്ലേ, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് കൂടെ സഹായിക്കുന്ന ഒരു സാധനമാണ് പെരിഞ്ജീരകം, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ വറ്റൽമുളകാണ്. ഈ മുളക് പലതരത്തിൽ കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ വറ്റൽമുളക് ഇങ്ങനെ നീണ്ട വറ്റൽമുളകേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത് വെച്ച് ഞാൻ യൂസ് ചെയ്യാണ്. ആക്ച്വലി ഒരു ഉരുണ്ട മുളകുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അത് 2 times ആയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില, പിന്നെ മല്ലിയില. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു കുറച്ച് വെള്ളം വേണ്ടി വരും ഈ മട്ടൺ ഒന്ന്
വേകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ മട്ടൺ വിത്ത് ലെസ് മസാല. അപ്പം ഇത് നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്രഷർ കുക്കർ എടുക്കുക ഈ മട്ടൺ കുക്കിങ്ങിന്. കാരണം ഇതിലിട്ടാണ് നമ്മൾ മട്ടൺ വേഗം, നമുക്ക് എല്ലാവർക്കും അറിയാം മട്ടൺ നന്നായിട്ട് വേഗമുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് തന്നെയാണ് അതിനെ വേവിക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഇട്ട് കടുക് പൊട്ടിക്കുന്നു. പെരിഞ്ജീരകമാണ്, കടുകിടുന്നില്ല. അതോടൊപ്പം ഞാൻ ഒന്ന് മുരിഞ്ഞ് വരുന്നു. അതിലേക്ക് ഞാൻ ക്രഷ്ഡ് ജിഞ്ചർ ഇടുന്നു. അതോടൊപ്പം തന്നെ ക്രഷ്ഡ് ഗാർലിക്കും. ഇത് ഇച്ചിരി മുരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽ മുളക് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ ഹാഫാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്ന 10-15 എന്ന് പറഞ്ഞ് അതിൻ്റെ പകുതി എടുത്തു. ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് വഴലേണ്ട ടൈം വേണം. ഇതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി ഒരുവിധം മൂത്ത് വന്നു. ജസ്റ്റ് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇങ്ങനെ ജസ്റ്റ് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കഴുകി വച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. മട്ടൻ്റെ വേവ് നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായിട്ട് വേവുള്ളതാണ് മട്ടൺ. അപ്പോൾ നമ്മൾ ഇതിലേക്കിട്ട് വിസിൽ ചെയ്യാനാണ്. അപ്പോൾ മട്ടൺ ഇട്ട് നമ്മൾ ഒരല്പം നേരം ഇത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഞാൻ ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, സോ ആവശ്യത്തിന് ഉപ്പ്. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബൗൾ വെള്ളം, കാരണം നമുക്കറിയാം മട്ടൺ വേഗണം നന്നായിട്ട്. അപ്പോൾ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു. ഇനി ഞാനിതിനെ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു 6-7 വിസിലെങ്കിലും കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മട്ടൺ വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ച മട്ടൺ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു മട്ടൺ. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് മട്ടൺ നന്നായിട്ട് വെന്തു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഡ്രൈ ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ചെയ്യുകയാണ്. ഓക്കെ. മീൻ വൈൽ ഞാൻ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഗാർണിഷിങ് പ്രോസസ്സ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഗാർണിഷിങ് പ്രോസസ്സ് ചെയ്യാം. ഒരു 3 സ്പൂൺസ് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ. എണ്ണ ചൂടായി വരുന്നതിൽ നേരത്തെ ഞാൻ പറഞ്ഞു പകുതി മുളക് മാറ്റി വയ്ക്കുന്നു. മാറ്റി വെച്ചത് വേറൊന്നിനുമല്ല, നമ്മളിങ്ങനെ ഇതിലേക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് നോക്കുക, നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നമ്മുടെ മട്ടൺ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കണം. ഓക്കെ.
അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കറി ലീവ്സ് ഇവിടെ കറി ലീവ്സ് കൂടെ ഇട്ടു. നമ്മൾ റെഡിയാക്കി. യെസ്, റെഡിയായി കഴിഞ്ഞു. ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയി കഴിഞ്ഞു. ഇതിനെ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ടാണ് നേരത്തെ കടുക് പൊട്ടിച്ച് വെച്ച് മുളകും അതോടൊപ്പം തന്നെ കറി ലീവ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഒരു കുക്കിംഗ് നമ്മൾ കണ്ടതാ. പ്ലസ് ഇൻഗ്രീഡിയൻ ഇതാണ്, ഡ്രൈ ആണ്. ദിസ് ഇസ് ഡ്രൈ. ഓക്കെ, സോ നമ്മുടെ മട്ടൺ റെഡി ആയി കഴിഞ്ഞു. സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. ഹലോ, നമ്മുടെ മട്ടൺ വിത്ത് ലെസ് മസാല ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഗാർണിഷിങ് വിത്ത് കൊറിയാൻഡർ ലീവ്സ്. അതാണ് ഇതിൻ്റെ അവസാനത്തെ പ്രോസസ്സ്. അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്യാണ് കൊറിയാൻഡർ ലീവ്സ് വെച്ച്. സി, ദിസ് ഇസ് വാട്ട് ദ ഡിഷസ്. കണ്ടല്ലോ അല്ലേ? സോ ദിസ് ഇസ് മട്ടൺ, ഒരു ഡ്രൈ ഫ്രൈ എന്ന് നമുക്ക് പറയാം. അത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിനകത്ത് ഞാൻ ഒരു മസാലയും ചേർത്തിട്ടില്ല, മസാലയേ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മട്ടൺ കറി കൂടുതൽ മസാല ഇട്ടിട്ട് കുഴച്ചുണ്ടാക്കുന്ന ഒരു കറികളാണ് ഇത്. നമുക്ക് ചപ്പാത്തിയായിട്ട് കഴിക്കാം, പത്തിരിയായിട്ട് കഴിക്കാം, ബ്രെഡ്, പിന്നെ റൈസായിട്ടും കഴിക്കാം, അതുപോലെ വെള്ളപ്പം, നൂൽപുട്ട്, എന്തിൻ്റെ കൂടെയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. മട്ടൺ വാങ്ങിക്കുക, ഉണ്ടാക്കി നോക്കുക. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. നോക്കിക്കുക, എന്ത് ഈസിയാണ്, വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഇതിനകത്തൊരു നമ്മുടെ മട്ടൺ വേകുന്ന 5 or 6 or 7 നമ്മുടെ ഒരു ഉചിതം പോലെ, അത്രയും ഒരു 10-നുള്ളിൽ എന്താ പറയുക വിസിൽ കേട്ടാൽ മതി. അപ്പോഴേക്കും മട്ടൺ റെഡി. അത്ര ഒരു ആകുന്ന ഒരു ടൈമേ ഈ ഒരു കറിക്ക് വേണ്ടി വരുള്ളൂ. ഇത് ഡ്രൈ ആണ്, അപ്പോൾ സെമി ഗ്രേവിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും കാണാം നമുക്ക് അടുത്തൊരു ഡിഷുമായിട്ട്. ഓക്കെ, hello, thank you all of you for watching my video. Try it, taste it. It is very tasty. This is the first non-veg item I am introducing to you because today is a very special day and today is Easter. So happy Easter to all of you. May God bless you and like and subscribe my channel. I'll be back soon with another non-veg item. Bye.